കോതമംഗലം എംഎൽഎയും എൽഡിഎഫ് സർക്കാരും തികഞ്ഞ പരാജയമെന്ന് ഷിബു തെക്കുംപുറം. പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണിവർ, യുഡിഎഫ് കൺവീനർ പറഞ്ഞു. വന്യമൃഗശല്യത്തിൽ നിന്നും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയാത്ത എംഎൽഎയും എൽഡിഎഫ് സർക്കാരും തികഞ്ഞ പരാജയമാണെന്ന് യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ആരോപിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഉരുളന്തണ്ണിയിലുണ്ടായ എൽദോ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടായ അതിദാരുണമായ മരണം, കാട്ടാനയുടെ ആക്രമണത്താൽ അതിദാരുണമായാണ് എൽദോസ് കൊല്ലപ്പെട്ടത്. ഈ കാര്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഈ വലിയ ദുരന്തം ഒഴിവാക്കാമായിരുന്നു. അവിടെ 7:30 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആയിരക്കണക്കിന് ആളുകൾ വന്യ വൈദിക ശ്രേഷ്ഠരുടെ നേതൃത്വത്തിൽ അവിടെ എത്തിച്ചേർന്നു. ആ ജനത്തെയെല്ലാം അവഹേളിക്കുന്ന രീതിയിലാണ് എംഎൽഎ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലൂടെ ആക്ഷേപിച്ചത്. അവിടെ ആ എൽദോസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നപ്പോൾ പൊതുപ്രവർത്തകരും ബഹുമാനപ്പെട്ട അച്ഛന്മാരുമെല്ലാം രംഗത്ത് വന്ന് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നും അതിനുശേഷം മാത്രം മതി എൽദോസിൻ്റെ പോസ്റ്റ്മോർട്ടമെന്നും ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് അവിടെ തീരുമാനിക്കുകയുണ്ടായി. പക്ഷേ എംഎൽഎ ഈ കാര്യത്തിൽ പിതാക്കന്മാരെയും വന്യ വൈദിക ശ്രേഷ്ഠരെയും ഒക്കെ ആക്ഷേപിക്കാനാണ് തയ്യാറായി മുന്നോട്ട് വന്നത്. 7:30 മണിക്ക് ഈ സംഭവം നടന്നതിന് ശേഷം ഏതാണ്ട് 12 മണി കഴിഞ്ഞപ്പോഴാണ് പോലീസ് അകമ്പടിയോടുകൂടി കളക്ടറുടെ സാന്നിധ്യത്തിൽ സ്ഥലം എംഎൽഎ അവിടെ വരുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടമ്പുഴയിൽ എൽദോസ് എന്ന യുവാവ് കാട്ടാന ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിട്ട് ഏകദേശം 6 മണിക്കൂറുകൾ കഴിഞ്ഞ് വൻ പോലീസ് അകമ്പടിയോടെ മാത്രമാണ് എംഎൽഎ സ്ഥലത്തെത്തിയത്. വിവിധ പ്രദേശങ്ങളിൽ ഫെൻസിങ്ങും RRTയും എംഎൽഎ പ്രഖ്യാപിക്കുകയും ഉദ്ഘാടനം നടത്തി പത്രവാർത്ത നൽകുകയും ചെയ്തെങ്കിലും എല്ലാം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് പകരം എംഎൽഎയും സർക്കാരും പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും ഷിബു തെക്കുംപുറം ആരോപിച്ചു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ഇതൊന്നും കാണാതെ എങ്ങനെയെങ്കിലും ഒളിച്ചോടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കോതമംഗലം എംഎൽഎ പ്രവർത്തിച്ചത്. ജനവികാരം ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ വന്യ വൈദികരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മുഴുവൻ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ ഉൾപ്പെടെയുള്ളവർ ശക്തമായി മുന്നോട്ട് വന്നപ്പോൾ ഗത്യന്തരമില്ലാതെയാണ് എംഎൽഎ 12:30 മണിയോടുകൂടി ആ സംഭവ സ്ഥലത്ത് വരുന്നത്. ആശ്വാസമായി 10 ലക്ഷം രൂപ കൊടുക്കണം. അത് കൊടുക്കാൻ വൈമനസ്യം കാണിച്ചപ്പോൾ ശക്തമായി ജനങ്ങൾ 10 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറയുകയും 10 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ 5 ലക്ഷം രൂപയാണ് എൽദോസിൻ്റെ കുടുംബത്തിന് ലഭിച്ചിട്ടുള്ളൂ. ബാക്കി 5 ലക്ഷം രൂപ സർക്കാരിൻ്റെ തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. 2 വർഷം മുമ്പ് സന്തോഷിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രെഞ്ച് താത്താനുള്ള തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ആ ട്രെഞ്ചിൻ്റെ പണി പിറ്റേ ദിവസം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ JCB കൊണ്ടുവന്ന് ഒരു കാന വാരിയതല്ലാതെ, ഒരു കാനയ്ക്ക് വേണ്ടി JCB ഉപയോഗിച്ച് കുറച്ച് മണ്ണ് മാറ്റിയതല്ലാതെ വലിയ ഗർത്തം സ്ഥാപിക്കുന്നതിൽ നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പുറകോട്ട് പോയതിൻ്റെ പേരിൽ ശക്തമായ ജനരോഷമാണ് അവിടെ കണ്ടത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.